നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആർച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എഗ്രീഡ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടോ ഒരു ഫോർമലായിട്ട് ഒന്ന് അയക്കുക. ഓക്കെ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് റെഡി ആണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അങ്ങനെ മെയിൽ അയക്കൂലേ, അതൊരു ഒഫീഷ്യലായിട്ട് അയക്കൂലേ, മനസ്സിലായോ? അതിനൊരു റിപ്ലൈ വന്നാൽ മതി. എവിടുന്നോ നല്ല നോയ്സ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലാറ്റ് ആർച്ച് പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് സെമി സർക്കുലർ ആർച്ചും പഠിച്ചു അല്ലേ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, നോട്ട് ചെയ്യാം കേട്ടോ ഡാറ്റാസ്. ഡ്രോ ദി എലവേഷൻ ഓഫ് സെഗ്മെൻ്റൽ ആർച്ച്. സെഗ്മെൻ്റൽ ആർച്ചാണ് എടുക്കാൻ പോകുന്നത്. ഡാറ്റാസ് നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഡാറ്റാസ് തന്നിട്ടുള്ളത്? ഡാറ്റാസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്പാൻ എത്ര തന്നിട്ടുണ്ട്? 800 mm ആണ്. അതുപോലെ ഡെപ്ത് എത്ര തന്നിട്ടുണ്ട്? 200 mm തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? റൈസ് 200 mm തന്നിട്ടുണ്ട്. പിന്നെന്താണ്? വിഡ്ത്ത് ഓഫ് വൗസോയർ അറ്റ് എക്സ്ട്രോഡോസ് 100 mm. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഡാറ്റാസ് തന്നിട്ടുള്ളത്. ഡാറ്റാസ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യന് നോട്ട് ചെയ്യുക, ഡാറ്റ നോട്ട് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡ്രോ ദി എലവേഷൻ ഓഫ് സെഗ്മെൻ്റൽ ആർച്ച്. ഇതാണ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ഡാറ്റാസ് നോട്ട് ചെയ്യുക കേട്ടോ. ഡാറ്റാസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയണേ. കഴിഞ്ഞോ? ഡാറ്റാസ് എഴുതി കഴിഞ്ഞോ? വേഗം നോട്ട് ചെയ്യും കേട്ടോ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്പാൻ തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്, അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? റൈസ് തന്നിട്ടുണ്ട്, എക്സ്ട്രോഡോസിലെ വൗസോയറിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കാം? ഇതാണ് നമ്മുടെ സെഗ്മെൻ്റൽ ആർച്ച്. നോക്കിയേ, സെഗ്മെൻ്റൽ ആർച്ച് ഇതാണ്. സ്പാൻ നോക്കിയേ, ഇതിൽ സെൻറ്റിമീറ്ററിലാട്ടോ കൊടുത്തിട്ടുള്ള 800 mm. ഇത്രയാണ് സ്പാൻ വരുന്നത്, 800 mm. ക്ലിയറായോ? പിന്നെ എന്താ തന്നിട്ടുള്ളത്? റൈസ് ഇവിടെയാണ് 200 mm. റൈസ് 200 mm. സ്ക്രീൻ പോയോ?
റൈസ് 200 mm. പിന്നെന്താണ്, ഡെപ്ത്ത് തന്നിട്ടുണ്ട്. ഡെപ്ത്ത് എത്രയാ? 200 mm. രണ്ടും എന്താണ്? 200 തന്നെയാണ്. ഇടയിലൊരു സ്പേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൈസും ഒന്ന് ഡെപ്തും ആണ്. ഇവിടെയാണ് റൈസ് വരുന്നത്, ഇവിടെയാണ് ഡെപ്ത്ത് വരുന്നത്, താഴേക്കുള്ള ഡെപ്ത്ത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് ഡെപ്തിൽ നിന്ന് ഇങ്ങനെ ലൈൻസ് പോകണം. അതായത് ഈ പോയിന്റ് വരെ ഹൈറ്റ് നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ ഹൈറ്റ് വരെ എന്ത് പോകണം? ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനായിരിക്കും പോവുക. ഇതിന് ശേഷം എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ കുത്ത, അതായത് ഡെപ്തിലായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. ഓ എന്ന് പറയുന്ന പോയിന്റ് ഡെപ്തിലായിരിക്കണം കോമ്പസ് കുത്തേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? സ്പ്രിംഗിങ് ലൈൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ എന്ത് ചെയ്യണം? ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ? അടുത്ത എന്താണ്? നമ്മൾ എക്സ്ട്രാ ഡോസ് ഇൻട്രഡോസ് ആണ് ഇപ്പോൾ വരച്ചത്. എക്സ്ട്രാ ഡോസ് എന്ത് ചെയ്യണം? ഒരു 2 സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ തന്നെ വരയ്ക്കണം. ഇത് ഫിഗറിൽ നിന്ന് കാണിച്ചു തരുന്നതാണ്, നമുക്ക് വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഏറെക്കുറെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഏറെക്കുറെ ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ വരയ്ക്കാം പറഞ്ഞേ? ആദ്യം വോൾ ഓപ്പണിങ് വരയ്ക്കണം. സ്പാൻ എത്ര തന്നിട്ടുണ്ട്? 800 mm അല്ലേ? നമുക്ക് എത്ര സ്കെയിൽ ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ 800 mm പറഞ്ഞതാണ്. എത്ര സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം? 8 സെൻറ്റിമീറ്റർ അല്ലേ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം വോൾ ഓപ്പണിങ്. എങ്ങനെ ചെയ്യാം? വോൾ ഓപ്പണിങ് 8 സെൻറ്റിമീറ്ററിൻ്റെ വോൾ ഓപ്പണിങ്സ് വരച്ചു. ക്ലിയർ ആയോ? 8 സെൻറ്റിമീറ്ററിൻ്റെ വാൾ ഓപ്പണിങ്സ് ആണ് വരച്ചത്. സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയോ? വന്നല്ലോ. ഇതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ സ്പ്രിംഗിങ് ലൈൻ കൊടുക്കണം. എങ്ങനെ സ്പ്രിംഗിങ് ലൈൻ കൊടുക്കുക? ഇവിടെ അല്ലേ? വോൾ ഓപ്പണിങ്സിൻ്റെ പോയിന്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പ്രിംഗിങ് ലൈൻ കൊടുക്കും. ഇതിന് ശേഷം വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? എന്ത് കൊടുക്കാൻ പറഞ്ഞേ? ഇതിന് ശേഷം നമ്മൾ എന്താ കൊടുക്കുക? റൈസ് കൊടുക്കണം. റൈസ് നമ്മൾ എവിടെ കൊടുക്കും പറഞ്ഞേ? എവിടെ നമ്മൾ റൈസ് കൊടുക്കുക, എവിടെ ഡെപ്ത് കൊടുക്കുക? സ്പ്രിംഗിങ് ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് അല്ലേ? സ്പ്രിംഗിങ് ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് ടോപ്പിലേക്ക്. 200 എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരും? 2 സെൻറ്റിമീറ്റർ വരുള്ളൂ സ്കെയിൽ ചെയ്യുമ്പോൾ അല്ലേ? 1:10 സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ 2 സെൻറ്റിമീറ്റർ വരുള്ളൂ. അതുപോലെ തന്നെ ഡെപ്ത് എങ്ങനെ ചെയ്യാം? ഈ സെയിം പോയിന്റിൽ നിന്ന് തന്നെ താഴേക്ക് അല്ലേ? 2 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ റൈസും കൊടുത്തു, ഡെപ്തും കൊടുത്തു. ക്ലിയർ ആണല്ലോ ഇവിടം വരെ? ഇതാണ് നമ്മുടെ ഡെപ്തിൻ്റെ പോയിന്റ്, ഓ എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. ഇതാണ് സെൻറ്റർ. ഓയാണ് നമ്മുടെ സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ സെൻറ്റർ. ഇനി എന്ത് ചെയ്യണം? ഈ ഓന്ന് വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? സ്പ്രിംഗിങ് ലൈൻ്റെ 2 എൻഡിലേക്കുള്ള ലൈൻസ് വരച്ചിടാം. മനസ്സിലായോ? ഇങ്ങനെ. അതായത് ഈ ഫിഗറിൽ കാണുന്നില്ലേ? കണ്ടോ? ഡെപ്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്പ്രിംഗിങ് ലൈൻ്റെ 2 എൻഡിലേക്കും ലൈൻസ് മാർക്ക് ചെയ്യണം. ഇവിടെ റൈസ് കൊടുത്തിട്ടുണ്ട്, താഴേക്ക് ഡെപ്തും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ ആ കാര്യം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെപ്ത് 2 സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമോ?
ആ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ച് ഉണ്ടാവും. ഞാൻ ഈ ഡാറ്റ കാണിച്ചില്ലേ, സെഗ്മെൻ്റൽ ആർച്ച് വരയ്ക്കണമെങ്കിൽ ഡെപ്ത് തരണം, അതായത് താഴേക്കാണ് സെൻറ്റർ വരിക. അപ്പോൾ ഡാറ്റ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിലുണ്ടാവും. ഈ ഡാറ്റ കാണിച്ചില്ലേ ഞാൻ, അത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡാറ്റ തന്നിട്ടുള്ളതാണ്, ഞാനായിട്ട് എഴുതിയതല്ല, ഡാറ്റയിൽ തന്നിട്ടുള്ളതാണ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരിക. ഡാറ്റ ഡെപ്ത് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡാറ്റ തരില്ല. അങ്ങനെ ഇൻ കേസ് ഇല്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യണം, റൈസ് എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ ഡെപ്ത് എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ തന്നെ വരണം, മനസ്സിലായോ? റൈസ് എത്രയാണോ എടുത്തിട്ടുള്ളത് ഡെപ്തും അത് തന്നെ എടുക്കണം. നിങ്ങൾ ഡാറ്റ തരും എന്തായാലും, റൈസും ഡെപ്തും എന്തായാലും തരും. ഇൻ കേസ് തരാത്ത സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടെടുക്കുമ്പോൾ നമുക്ക് ആ കോർണർക്ക് എഡ്ജ് ടച്ച് ആവൂല. എന്ത് ടച്ച് ആവൂലെന്ന്? ഇപ്പോ പിന്നെ ആ ലൈനാണ് മറ്റേ ഡോട്ട് ലൈനത്, ആ ഡോട്ട് ലൈനിന്റെ കോർണർക്ക് ടച്ച് ആവൂല 2 സെന്റിമീറ്റർ ആകുമ്പോ. ആ എന്താ ടച്ച് ആവാണ്ട്? ഇല്ല, ഞാനിപ്പോ 4 സെന്റിമീറ്റർ നമ്മൾ ജസ്റ്റ് ആ ലൈൻ വരയ്ക്കുന്നുള്ളൂ. നമ്മളവിടെ വേറെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ആ കോർണറിലേക്ക് വരയ്ക്കണു. അതായത് ഇവിടെ ഒരു വരയുണ്ട്, നമ്മൾ ഇങ്ങോട്ട് ഒരു വര കൊടുത്ത് താഴേക്ക് കുറച്ച് വര വരച്ചിട്ട്, അത് എത്രയോ സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലേ നമുക്ക്? ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് വരച്ച് ഇങ്ങനെ വരച്ചൂടെ? ഇങ്ങനെ ഒരു ചെറിയ വര, ഇതിവിടെ വലിയതായാലും എങ്ങനെ പോയാലും ആ കോർണറിൽ മുട്ടിയിട്ട് വരച്ചുകൂടെ നമുക്ക്? എന്താ എന്താ കോർണറിൽ എത്തുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു ലൈൻ വരച്ചു, എത്രയോ സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടേക്ക് നമ്മൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ 1 സെൻറ്റിമീറ്ററിൽ വരച്ചു. അതായത് ഇതിനെക്കാട്ടും കൂടുതലായിക്കോട്ടെ, അതായത് ഇപ്പോൾ വരച്ചേക്കണ ലൈനിനെക്കാട്ടും നീട്ടി നമ്മൾ താഴേക്ക് വരച്ചു. ഈ ലൈൻ ഇവിടേക്ക് ഇങ്ങോട്ട് മുട്ടിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളോട് ഞാൻ സെന്റിമീറ്ററിൽ വരയ്ക്കാൻ പറഞ്ഞോ? ആ ലൈൻ അവിടെയാണ് പ്രശ്നം വരുന്നത്. അവര് ഫുൾ സർക്കിൾ വരക്കുന്നുണ്ടാണ് പ്രശ്നം വരുന്നത്. ഞാൻ പറയട്ടെ, അതായത് നിങ്ങളിങ്ങനെ നീട്ടി വരച്ചിടുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നീട്ടി വരച്ചിടുക, ബാക്കി പറഞ്ഞുതരാം, മനസ്സിലായോ? ഇങ്ങനെ നീട്ടി വരച്ചിടുക ജസ്റ്റ്, അതെന്തായാലും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ജസ്റ്റ് 2 പോയിന്റുകൾ, അതായത് സ്പ്രിങ്ങിങ് ലൈൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റിലേക്ക് ഒന്ന് നീട്ടി വരച്ചാൽ മതി. അതെന്താ നിങ്ങൾ വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ പോയിട്ടുണ്ട് ഗ്രൂപ്പില്, അത് വരച്ചു, ഫോണിലേക്ക് അത് വരച്ചു. എന്താ ഗ്രൂപ്പിലായി? ഇനി ഞാൻ ഗ്രൂപ്പിൽ പോകണമെങ്കിൽ ക്ലാസ് റെക്കോർഡിംഗ് ആണ്, അതാണ് പ്രശ്നം. ആ ഇങ്ങനെയാണോ പറഞ്ഞത്? അതെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. വേറെ സർക്കിൾ കൂടെ വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതല്ലേ നിങ്ങൾ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞത്? എല്ലാം ഒരു സെന്റർ, ഒറ്റ സെന്ററിലുള്ളൂ. ആ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈൻ നീട്ടി വരച്ചിടാം. അതായത് എങ്ങനെ, ഇതിൽ കാണുന്ന പോലെ. ഇത് മിസ് അന്ന് പറഞ്ഞത് എനിക്ക് വേറൊരു ഐഡിയ, വേറൊരു രൂപത്തിലാണ് തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ ഈ കോർണർ, ഡോട്ട് ലൈനിന്റെ കോർണർ ഉണ്ടല്ലോ,
അത് വരുമ്പോ 4 സെന്റിമീറ്ററിലെ റേഡിയസ് വരുന്നത്. അപ്പൊ സർക്കിളായിട്ട് വരൂലേ? ഇല്ല, അവിടെ ടച്ച് ആവണില്ലേ? ഞാൻ വീഡിയോയില് കാണിച്ചില്ലേ? അതിൽ ടച്ച് ആവുന്നില്ല. 4 സെന്റിമീറ്റർ റേഡിയസ് എടുക്കുന്നുണ്ടാവില്ല. അതായിരിക്കും ഒറ്റ സെന്ററല്ലേ ഉള്ളതിന്. അത് ഒറ്റ സെന്റർ ഉള്ളൂ. അതെ, മേൽപോട്ട് 2 സെന്റിമീറ്റർ, താഴോട്ട് 2 സെന്റിമീറ്റർ, അപ്പൊ 4 സെന്റിമീറ്റർ ആയില്ലേ? ടോട്ടൽ 8 സെന്റിമീറ്ററിൽ ഉള്ളത്. 4 സെന്റിമീറ്റർ സെന്റർ. അത് കറക്റ്റ് കിട്ടണല്ലോ. കറക്റ്റ് കിട്ടണം. കറക്റ്റ് കിട്ടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്പാൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് 8 സെന്റിമീറ്റർ ആണ്. മുകളിലേക്ക് നമ്മൾ 2 സെന്റിമീറ്റർ കൊടുത്തു, താഴേക്ക് 2 സെന്റിമീറ്റർ കൊടുത്തു. അതിന്റെ ഉള്ളിൽ സർക്കിൾ ഇരിക്കണ്ടേ? അല്ല, 8 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോട്ട് ലൈനിന്റെ സെന്ററിനാണ് അത് 4 സെന്റിമീറ്റർ ഉള്ളത്. നമ്മൾ 2 സെന്റിമീറ്റർ പിന്നെ താഴത്തേക്ക് വെച്ചിട്ടില്ല. അത് ഡോട്ട് ലൈനിന്റെ സെന്ററിന്ന് വെച്ചിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പാനിന്റെ 2 സൈഡിലും ടച്ച് ആവും. അത് താഴത്തേക്ക് വെക്കുമ്പോ ടച്ച് ആവൂല. മാറിപ്പോവല്ലേ? രണ്ട് സൈഡിലും കിട്ടുന്നില്ല. ഇത് അന്ന് മിസ് എന്താ പറഞ്ഞത് എനിക്കുള്ള ജസ്റ്റ് ഓർമ്മ എന്താ ചെയ്യാലേ, നമ്മളെ ഈ സ്പാനിന്റെ ഡോട്ട് ലൈൻ ഉണ്ടല്ലോ, സ്പ്രിംഗിങ് ലൈൻ, അതിന്ന് അതിന്റെ ഒരു കോർണറിന്ന് 2 സെന്റിമീറ്റർ നമ്മള് റൈസർ വരച്ചില്ലേ? വരച്ചു. അങ്ങോട്ട് ഒരു കോണ് വരക്കും. എന്നിട്ട് അതിന്റെ സെന്റർ ലൈനിൽ നിന്ന് ഈ മറ്റേ സ്ട്രൈറ്റ് മറ്റേ സെന്റർ ലൈൻ ഉണ്ടല്ലോ, നമ്മള് 4 മീറ്റർ സെന്റർ ലൈൻ, അതിക്കൊരു ലൈന് വരച്ചതിന് ശേഷമാണ് ആ പോയിന്റ് ടച്ച് ആവുന്നതാണ്. അതിന്നാണ് സർക്കിൾ വരച്ചത്. വാസിൽ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ലല്ലോ. റൈസ് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തിടാം. അല്ല, ഞാൻ പറഞ്ഞ പിന്നെ നമ്മള് ആ സ്ക്രീന് പോയി. ഇല്ല, പറഞ്ഞോ. സ്ക്രീൻ വരും, ഇപ്പൊ വരും. നമ്മുടെ സ്പാനിന്റെ ഡോട്ട് ലൈനിൽ നിന്ന് 2 സെന്റിമീറ്റർ റൈസർ വരച്ചില്ലേ? വരച്ചു. അതിലേക്ക് ഒരു കോണ് വരക്കും. അതിലേക്ക് ഒരു കോണ്, ഒരു ലൈന് വരക്കും. നമ്മൾ വരച്ച പോലെ. ആ ലൈനിൽ നിന്ന് ഈ ഒരു പിന്നെ സ്പാനിന്റെ കോർണറിന്നും ആ റൈസറിന്റെ അതൊന്നും അതിന്റെ 2 സെന്റർ ലൈന് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് 4 സെന്റിമീറ്ററിന്റെ സെന്ററും നമ്മൾ വരച്ച റൈസിന്റെ സെന്ററും. അതെ. എന്നിട്ട് ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് നമ്മൾ ഈ സെന്റർ ലൈനിലേക്ക് ടച്ച് ആക്കും. ആ ലൈന് വരുന്നത് സെന്റർ ലൈനിലേക്ക് ടച്ച് ആക്കും. സ്ക്രീൻ പോയില്ലേ? സ്ക്രീൻ സ്റ്റക്കായി നിൽക്കുകയാണ് ഫോണിൽ. ഇത് വരയ്ക്കുമ്പോഴേ നമ്മൾ സെൻറ്ററിൽ കുത്തിയിട്ട്, അതായത് നമ്മൾ ഡെപ്തിലേക്ക് വരച്ച പോയിൻ്റാണ് നമ്മൾ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്തത് അല്ലേ? അതായത് ഓന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ സ്പ്രിംഗിങ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി എവിടം വരെ എത്തിക്കണം? റൈസ് മാർക്ക് ചെയ്തത് വരെ എത്തിക്കണം. ഇത് എത്തിക്കുന്ന സമയത്ത്
പക്ഷേ റൈസ് കുറച്ചും കൂടി നീട്ടി വരയ്ക്കേണ്ടി വരും. അതല്ലേ വ്യത്യാസം വരുള്ളൂ. റൈസ് പിന്നെ പൊങ്ങും. ആ. എത്ര സെൻറ്റിമീറ്ററോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും? കുറച്ചല്ലേ വേണ്ടി വരുള്ളൂ, 1 സെൻറ്റിമീറ്റർ ഒന്നും വേണ്ടല്ലോ. 3 സെന്റിമീറ്റർ. 3 സെൻറ്റിമീറ്ററോ? ഡെപ്ത് നമ്മൾ അടിയിക്ക് എടുത്തില്ലേ? ആ, ഡെപ്ത് അടിയിക്ക് എടുത്ത് 3 സെന്റിമീറ്റർ ആയിരുന്നു. 3 സെന്റിമീറ്റർ അടിയിക്ക് എടുത്തില്ലേ? ആ ഡെപ്ത് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ പോകുന്നുള്ളത്? ആ പറയൂ. അതന്നെ, അതാണ് സെന്റർ നമ്മുടെ. 3 സെന്റിമീറ്റർ ആണ് ശരി. 3 സെൻറ്റിമീറ്ററോ? അതാണ് 3 സെന്റിമീറ്റർ വരുന്നുണ്ട് ഈ സിഗ്നലിന് അവർക്ക് കറക്റ്റ് വരക്കുമ്പോ. ഞാൻ ഇന്നലെ വരച്ചു നോക്കിയതാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞ സെൻറ്റർ പോയിന്റ് ഇല്ലേ, ആ സെൻറ്റർ പോയിന്റിൽ നമ്മൾ കോമ്പസ് കുത്തിയതിന് ശേഷം നമ്മൾ സ്പ്രിങ്ങിങ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ നമ്മൾ വരച്ച് തുടങ്ങുകയാണ്. അങ്ങനെ വരച്ച് തുടങ്ങി റൈസ് വരെ എത്തണു, റൈസിൻ്റെ പോയിന്റ് വരെ എത്തണു. അങ്ങനെ എത്തുന്ന സമയത്ത് റൈസായിട്ട് മുട്ടില്ല. നമ്മൾ 2 സെൻറ്റിമീറ്റർ വരച്ചതിൻ്റെ അവിടെ വരെ മുട്ടില്ല. കുറച്ച് ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. റൈസ് മുകളിലായിരിക്കും താഴെ ആയിരിക്കുമോ? റൈസിന്റെ മുകളിലായിരിക്കും നമ്മുടെ സർക്കിളിന്റെ ലൈൻ വരിക. അതായത് ആർക്ക് മുകളിൽ നിൽക്കുന്നാണോ? അതെ അതെ. ആ 0.5 ഒക്കെ അല്ലേ വരുള്ളൂ? അല്ലേ, അത്രയല്ലേ വരുള്ളൂ? ആ ലൈന് നമ്മളെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കേണ്ടതേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഫോണൊന്ന് ഓണായി വന്നുള്ളൂ. അതായത് നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് ആർക്ക് വരും, അതായത് എത്ര സെൻറ്റിമീറ്ററോളം വരും എന്നാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. ആ, ഒരു 0.something അല്ലേ ചെയ്യേണ്ടി വരുള്ളൂ നമുക്ക്. എത്ര കൊടുക്കേണ്ടി വരും? 0.5ഓ? എന്താ? ആ, അതായത് ഡെപ്ത് കുറച്ച് കൂട്ടി കൊടുത്താലും മതി. അതായത് ഒരു 0.5 ആക്കി കൊടുത്താലും മതി, കൂടുതലാക്കി കൊടുത്താലും മതി. ശരിയാവൂലേ? അങ്ങനെ വരണില്ല എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യൂ. ഒരു 0.5ൻ്റെ വ്യത്യാസമൊക്കെ അല്ലേ? ഒരു മിനിറ്റ്. അപ്പോൾ ഓക്കെ ആവുമല്ലോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യാവേ. അതായത് നിങ്ങൾ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ വരച്ച് നോക്കുന്നവരുള്ള കാരണം കറക്റ്റായിട്ട് അറിയാം. എന്ത് ചെയ്യണം? നമ്മൾ സ്പാൻ കൊടുത്തു, 8 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ കൊടുത്തു. സ്പ്രിങ്ങിങ് ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് റൈസ് 2 സെൻറ്റിമീറ്റർ കൊടുത്തു. നമുക്ക് ഡെപ്ത് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? ഒരു 2.5 സെൻറ്റിമീറ്റർ കൊടുക്കാം. 2.5 സെൻറ്റിമീറ്റർ കൊടുത്താൽ നമുക്ക് ഈ പ്രശ്നം ഒഴിവാകും. ഓക്കെ,
ഇനി ആ ഡെപ്ത് കണ്ടുപിടിക്കേണ്ടത് ഞാന് മിസ്സിന് ഇതിൽ തന്നെ പറഞ്ഞുതരാം. ആ രണ്ട് സെന്റി അങ്ങനെ അതിനല്ല, ആ 2 സെന്റിമീറ്റർ അല്ലേ, ഈ 2 സെന്റിമീറ്റർ, മുകളിൽ 2 സെന്റിമീറ്റർ, മുകളിലത്തെ സെന്റിമീറ്ററിന് ഈ കോർണർക്ക് ഒരു ഒരു ലൈൻ വരയ്ക്കും. ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. അതെ. ഇനി ഈ 2ന്റെ അവിടെ കുത്തിയിട്ട് കോമ്പസ് കുത്തിയിട്ട് ഈ നമ്മളിപ്പോ ഈ നീല ലൈന് വരച്ചല്ലോ, അതിന്റെ പകുതി ലെങ്ത്തിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് അവര് ആർക്ക് മുകളിലും അതേപോലെ ഇപ്പുറത്തെ സ്പാന്റെ ഈ കോർണറിൽ കുത്തിയിട്ടിട്ട് ആർക്ക് അതിലും, അതായത് ബൈസെക്ട് ചെയ്യാം. ആ വരച്ച ലൈനെ ബൈസെക്ട്. ഇപ്പൊ AB ആണെങ്കിൽ ഈ ലൈൻ AB ആണെങ്കിൽ ആ ABനെ ബൈസെക്ട് ചെയ്യാം. വാസിൽ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി ഇപ്പൊ. പക്ഷെ അത് ചെയ്യേണ്ടത് ശരിക്കും ഈ സെഗ്മെന്റൽ ആർച്ചിലല്ല, അത് വേറൊരു ആർച്ച് വരുന്നുണ്ട് നമുക്ക്. സെഗ്മെന്റൽ ആർച്ചിൽ നമുക്ക് ശരിക്കും ഒറ്റ സെൻറ്ററേ വരുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. റൈസ് മാർക്ക് ചെയ്ത് ഡെപ്ത് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. അത് ക്വസ്റ്റ്യനിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. എന്താ അല്ല, അതായത് നമുക്ക് സെഗ്മെന്റൽ ആർച്ചിലേക്ക് ഡെപ്ത് ആവശ്യമുണ്ട്. മറ്റേതിലേക്കൊന്നും നമുക്ക് ഡെപ്ത് ആവശ്യമില്ലായിരുന്നു. ഫ്ലാറ്റ് ആർച്ച് ആണെങ്കിൽ അതായത് ഫ്ലാറ്റ് ആർച്ചിലായാലും സെമി സർക്കുലർ ആർച്ച് ആയാലും നമുക്ക് ഡെപ്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്താണ്, സെഗ്മെന്റൽ ആർച്ചിലൊക്കെ നമുക്ക് ഡെപ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു 0.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ റൈസ് കുറച്ചൊന്ന് പൊക്കി കൊടുക്കുക. നിങ്ങൾ പറഞ്ഞത് റൈസിൻ്റെ പോയിന്റിൽ മുട്ടില്ല എന്നുള്ളതാണ്. റൈസ് ഒന്ന് പൊക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡെപ്ത് ഒന്ന് താഴത്തേക്ക് ഒരു 0.5 കൂട്ടി വരച്ചാലും മതി. ഇതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് സെൻറ്റർ. അതായത് ഇത് സെൻറ്റർ പോയിൻ്റ് ആക്കിയിട്ട് O എന്ന് പറഞ്ഞ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ആർക്ക് വരും. ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കട്ട് ചെയ്ത് പോകും. ഇതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കാറുള്ളത് പോലെ വാൾ തിക്നെസ് പോലെയോ അല്ലെങ്കിൽ ഒരു ലിൻറ്റലിൻ്റെ തിക്നെസ് പോലെയോ എന്ത് ചെയ്യണം, 2 സെൻറ്റിമീറ്റർ കൂടുതൽ എടുത്തിട്ട് ഇതേപോലെ ആർക്ക് വരയ്ക്കണം. നമ്മൾ സെമി സർക്കുലർ ആർച്ചിൽ ചെയ്ത പോലെ സെമി ഇൻട്രഡോസ് വരച്ച പോലെ തന്നെ എക്സ്ട്രഡോസും വരയ്ക്കണം. ഇതിന് ശേഷം എന്ത് ചെയ്യണം, ബ്രിക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ പാറ്റേൺ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻട്രഡോസും എക്സ്ട്രഡോസും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്രിക്കാണ് വരയ്ക്കേണ്ടത്. എന്ത് ചെയ്യുക, 100 mm ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞേ, ഇനി ചെയ്യാറ് സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് 0.5ഉം ഇപ്പുറത്തേക്ക് 0.5ഉം പിന്നെ ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. മറന്നോ എല്ലാവരും? മറന്നോ? ഇതിന് ശേഷം എന്ത് ചെയ്യണം, ലൈൻ എങ്ങനെ വരയ്ക്കണ്ടേ, ഈ സെൻറ്ററിൽ നിന്നായിരിക്കണം കേട്ടോ ലൈൻ. സെൻറ്റർ പോയിന്റിൽ നിന്ന് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രിക്കിൻ്റെ സിമ്പൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും അബട്ട്മെൻറ്റുകൾ വരയ്ക്കുക 2 എണ്ണം. എന്ത് ചെയ്യണം, ബ്രിക്കിൻ്റെ സിമ്പൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓഡ് കോഴ്സും ഈവൻ കോഴ്സും ഒരേപോലെ വരയ്ക്കുക. മനസ്സിലായോ? അതായത് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാറുള്ളത് അത് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. മുകളിലേക്ക് റൈസ് ചെയ്യണു, താഴത്തേക്ക് ഡെപ്ത് ചെയ്യണു. അപ്പോൾ അതായത് നമ്മൾ വാർക്ക് കട്ട് ചെയ്യുമ്പോൾ ഇൻട്രഡോസ് വരയ്ക്കുമ്പോൾ അത് കോയിൻസൈഡ് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്ത് കുറച്ച് ഇറക്കി കൊടുക്കാം. അല്ലാത്ത കേസ് ഇൻ കേസ് എന്ത് ചെയ്യാം, റൈസ് കുറച്ച് നമ്മൾ ആർക്ക് വരച്ചതിന് ശേഷം റൈസ് ഒന്ന് കുറച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. ഇൻട്രഡോസിലേക്ക് റൈസ് ഇൻട്രഡോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ 200 mm ആണ് റൈസും 200 mm ആണ് ഡെപ്തും തരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെപ്ത് അല്ലെങ്കിൽ
റൈസ് ഒരു 0.5 കൂടുതൽ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഏതെങ്കിലും ഒരെണ്ണം കൂട്ടേണ്ടി വരും നമുക്ക് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കും എന്ത് ചെയ്യില്ല, കോയിൻസൈഡ് ചെയ്യില്ല. മനസ്സിലായോ? ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഇതിലും പറയുന്നത്. അതായത് നമുക്കൊന്ന് ചെറിയൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വരച്ചേക്കണ രീതിയൊക്കെ ശരിയാണെങ്കിൽ അവർ അളന്ന് നോക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആർക്കിന് ആ ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കില്ല. ഇതിപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് ശരിക്കും. 200 തന്നു കഴിഞ്ഞാൽ കോയിൻസൈഡ് ചെയ്യില്ല. അപ്പം എന്ത് ചെയ്യണം? റൈസ് അല്ലെങ്കിൽ ഡെപ്ത്ത് ഒരു 0.5 കൂട്ടി കൊടുക്കാം. ഓക്കെ. ഇതിൻ്റെ ഇതുകൾ തന്നിട്ടുണ്ട്. എന്താ? ഇല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ താഴോട്ടാണ് നമ്മൾ കാണിച്ചത്. അത് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പം വരില്ല. അത് കുഴപ്പമില്ല. അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഇവിടെ ഡെപ്ത്ത്, ഇവിടെ റൈസ്. നമ്മൾ വരച്ചപ്പോൾ ഇങ്ങനെ വന്നു അല്ലേ? അതായത് റൈസിൽ ഇങ്ങനെ, അത് ഇങ്ങനെ റൈസ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് തന്നിട്ടുള്ള അളവ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ റൈസ് കൂട്ടിമുട്ടില്ല. അതായത് ആർക്കും അല്ലെങ്കിൽ അതായത് ഇൻട്രഡോസും റൈസിൻ്റെ പോയിൻറ്റും തമ്മിൽ കൂട്ടിമുട്ടില്ല. അപ്പോൾ റൈസ് ഒന്ന് കുറച്ച് നീട്ടി വരയ്ക്കുക, ഇൻട്രഡോസിലൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയും ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡെപ്ത്ത് കൂട്ടി കൊടുക്കാം. ക്ലിയർ ആയോ? അതിൻ്റെ അപ്പുറത്ത് കറക്റ്റ് വരയ്ക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡ്രോ ദി എലവേഷൻ ഓഫ് 3 centered arch. എത്രയാ? 3 centered arch. അതായത് 3 സെൻറ്ററുള്ള ആർച്ചിൻ്റെ എലവേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ, ഡാറ്റാസ് തന്നിട്ടുണ്ട്. നോക്കിയ ഡാറ്റാസ് എഴുതിയെടുത്ത വേഗം. സ്പാൻ തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്, റൈസ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ഹൗസ് വയർ അറ്റ് എക്സ്ട്രഡോസ് തന്നിട്ടുണ്ട്. ഈ 4 ഡാറ്റാസാണ് തന്നിട്ടുള്ളത്. വേഗം എഴുതിയെടുക്കാം കേട്ടോ. ഡാറ്റാസ് എഴുതിയെടുത്തതിന് ശേഷം പറയാം. ഡാറ്റ എഴുതി കഴിഞ്ഞോ? എന്താ? ഡ്രോ ദി എലവേഷൻ ഓഫ് 3 centered arch.
വരയ്ക്കാം. ഓക്കെ, നമുക്ക് എത്ര തന്നിട്ടുള്ള സ്പാൻ? 800 എന്ന് പറയുമ്പോൾ 8 സെൻറ്റിമീറ്റർ. എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ. അതാണ് കേട്ടോ വാൾ ഓപ്പണിങ് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ, അടുത്ത് എന്ത് ചെയ്യണം? റൈസ് എത്ര തന്നിട്ടുള്ളത്? 300 mm. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്പ്രിങ്ങിങ് ലൈൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് കൊടുത്തു? 300 mm ആണ് കേട്ടോ. ഇത് റൈസ് മാർക്ക് ചെയ്ത് കൊടുത്തു. കിട്ടിയോ? അടുത്ത നമ്മൾ എക്സ്ട്രാ ഡോസിക്കുള്ള ഹൈറ്റ് എത്ര കൊടുക്കാറ്? ഇൻട്രഡോസും എക്സ്ട്രാ ഡോസും തമ്മിൽ 2 സെൻറ്റിമീറ്റർ അല്ലേ? ആ 2 സെൻറ്റിമീറ്ററും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. റൈസിൽ നിന്ന് ഇൻട്രഡോസ് തൊട്ട് എക്സ്ട്രാ ഡോസ് വരെയുള്ള മാർക്കിങ്ങും ചെയ്തു കൊടുത്തു. ഇവിടെ വരെ ക്ലിയർ ആണോ? ഇതാണോ എന്ന് പറയുന്ന പോയിന്റ്? സ്ക്രീൻ ഉണ്ടല്ലോ. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ, ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യോ. ഇതാണോ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ പോയിന്റ്. അടുത്ത പോയിന്റ് നമുക്കൊരു പി ആയിട്ട് കൊടുക്കാം. അതായത് റൈസ് വരെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് പി ആയിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഏത് പോയിന്റ് കൊടുക്കാം? ക്യൂന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ സ്പാൻ വരച്ചു, സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് റൈസ് കൊടുത്തു, അതുപോലെ തന്നെ ഇൻട്രഡോസും എക്സ്ട്രാ ഡോസും തമ്മിലുള്ള ആ ഒരു ഡെപ്ത്ത് നമ്മൾ കൊടുത്തു. ഓരോ പോയിൻറ്റിനും ഓരോ പേര് കൊടുത്തു. സെൻറ്റർ പോയിൻറ്റിന് ഒ, റൈസ് വരെ പി കൊടുത്തു, അതിന് മുകളിലേക്ക് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റ് കൊടുത്തു. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്യണം? പി എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിയിട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് എന്ത് വരയ്ക്കണം? ആർക്ക് വരയ്ക്കണം. പിയിൽ കുത്തിയിട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെ കണ്ടോ? പിയിൽ കുത്തിയിട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് വരയ്ക്കണം? ഇങ്ങനൊരു ആർക്ക് വരയ്ക്കണം. ക്ലിയർ ആയോ? പറയൂ. ക്ലിയർ ആയെങ്കിൽ ആയിന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. ആ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എയും പിയും തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ എ പി. എയും പിയും തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആർക്കും എവിടെ കട്ട് ചെയ്യും? ഈ ലൈനിൽ കട്ട് ചെയ്ത് പോവും. കണ്ടോ? എ പി കൂടിയാണ് കട്ട് ചെയ്ത് പോവുക. കണ്ടോ? നമ്മൾ എ പി വരച്ച് കഴിഞ്ഞ് പിയിൽ കുത്തി പി ക്യു വരെയുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ ആർക്ക് വരച്ചത്. അത് മഞ്ഞുകൊണ്ട് വരച്ചിട്ടുള്ളത്. അത് എ പിയിൽ കട്ടായി പോവും. ക്ലിയർ ആണോ? ആ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുക. 2 എന്ന് പറയുന്ന പോയിൻ്റാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. 2 എന്നാണ്, A2 എന്നാണ് ആ ഡിസ്റ്റൻസ് വരിക. അതായത് ആർക്ക് കട്ട് ചെയ്ത് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, എ തൊട്ട് ആ 2 വരെയുള്ള ഡിസ്റ്റൻസ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബൈസെക്റ്റ് ചെയ്യണം. ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? 2 ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കി മാറ്റണം. ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? 2 തുല്യ നീളത്തിൽ
ആക്കണം. ക്ലിയർ ആയോ? ബൈസെക്റ്റ് ചെയ്യാൻ്റെ മീനിങ് എന്താ? അതിനെ രണ്ടാക്കണം. എങ്ങനെ രണ്ടാക്കണം? തുല്യമായി രണ്ടാക്കണം. വെറുതെ രണ്ടാക്കിയാൽ പോരാ, എന്താക്കണം? തുല്യമായി 2 ഭാഗങ്ങളാക്കണം. ഈ A2 എന്ന് പറയുന്നതിന് കേട്ടോ. A2 ഏതാണ്? ഇതാണ് A2. ഈ ബ്ലാക്ക് കൊണ്ട് ഇവിടം വരെ വരുന്നത് A2 ഉള്ളൂ. ക്ലിയർ ആയോ? ഇതിനെങ്ങനെ ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ? ഒരു ലൈൻ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യുക? എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിങ്ങൾ ബൈസെക്റ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? എങ്ങനെ ഒരു ലൈനെ ബൈസെക്റ്റ് ചെയ്യുക? നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചു. ഇത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നോ എത്ര mm ആണെന്നൊന്നും നമുക്കറിയില്ല. എത്ര മീറ്റർ ആണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇതിനെ നമ്മൾ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യും? AB എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇങ്ങനെ ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യും? 2 ഈക്വൽ ആയിട്ടുള്ള സ്കെയിൽ ഇല്ല നമ്മുടെ കയ്യിൽ അളന്ന് നോക്കി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ബൈസെക്റ്റ് ചെയ്യുക 2 സർക്കിൾ ജോയിൻ ചെയ്യാന്ന് ഉദ്ദേശിച്ച എന്താ ഉദ്ദേശിച്ച? അതായത് എയിൽ കുത്തിയിട്ട് ഒന്നില്ലെങ്കിൽ AB-ക്ക് തുല്യം അല്ലെങ്കിൽ AB-ക്ക് കൂടുതൽ അല്ലെങ്കിൽ എന്താണ് ഇതിലെ പകുതിയിൽ. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നോക്കിയാൽ അറിയാമല്ലോ, ഇവിടേക്ക് ആയിരിക്കും പകുതി വരിക. അതിൽ കൂടുതൽ നമ്മൾ കോമ്പസിൽ എടുത്തതിന് ശേഷം, അതായത് പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തതിന് ശേഷം നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക. അതായത് ഏന്ന് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ 2 ആർക്ക് വരും, മുകളിലും താഴെയും ആർക്ക് വരും. അതുപോലെ തന്നെ ആ സെയിം അളവ് തന്നെ ബിയിൽ കുത്തിയിട്ടും ചെയ്യുമ്പോൾ എന്ത് വരും? ബിയിലും കുത്തിയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ആർക്കുകൾ ഇങ്ങനെ കട്ടാവും. മനസ്സിലായോ? അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. പകുതിയിൽ കൂടുതൽ എടുക്കണം. അതായത് AB-യുടെ പകുതിയിൽ കൂടുതൽ. നമുക്ക് പകുതി അറിയില്ല, പക്ഷെ എന്താണ്, ഏറെക്കുറെ പകുതിയിൽ കൂടുതലായിരിക്കണം നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത്. മനസ്സിലായോ? അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റുകൾ കിട്ടില്ല. മനസ്സിലായോ? നിങ്ങളത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈൻ വരയ്ക്കുക, ആ ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ ഒന്ന് കോമ്പസിലെടുക്കുക, മുകളിൽ ആർക്ക് വരയ്ക്കുക, താഴെ ആർക്ക് വരയ്ക്കാം. സെക്കൻഡ് പോയിന്റിലും ഇതുപോലെ തന്നെ ആ സെയിം കോമ്പസിൽ അളവ് കേട്ടോ, വേറെ അളവാക്കാൻ പാടില്ല. ആ സെയിം അളവ് തന്നെ ബിയിൽ കുത്തുന്നു അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റിൽ കുത്തുന്നു. മുകളിൽ ആർക്ക് കട്ട് ചെയ്യണു, താഴെയോ ആർക്ക് കട്ട് ചെയ്യണു. എന്നിട്ട് ആ 2 ആർക്കുകൾ നമ്മൾ ജോയിൻ ചെയ്യണു. കിട്ടുന്ന സെൻറ്റർ പോയിന്റ് അതായിരിക്കും ആ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇവിടെ ചെയ്യുമ്പോഴും A2 എന്ന് പറയുന്നതിന് അങ്ങനെ ചെയ്യണം. വേണ്ടേ? ആദ്യം Aയിൽ കുത്തണു, പകുതിയിൽ കൂടുതലെടുത്ത് മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യണു, പിന്നെ 2ൽ കുത്തണു, അതായത് 2ൽ കുത്തണു. അതേ സെയിം അളവ് തന്നെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യണു. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈഡിൽ. ഇതേ സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഇവിടെ നമ്മൾ AP ആണ് പറഞ്ഞ, ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും? PB ആയിരിക്കും ലൈൻ വരിക. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൈറ്റ് സൈഡിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇതുപോലെ P മാർക്ക് ചെയ്യണം, Qന് ആർക്ക് വരയ്ക്കണം. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ C1 എന്ന് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പോയിന്റിന്. ഇപ്പോൾ കിട്ടിയ പോയിന്റ് അതൊരു സെൻറ്ററാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തെ സൈഡിൽ വരാനായിട്ട് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കും. അതായത് Oയും C1 നമുക്ക് കിട്ടിയ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് അതേ സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തേക്കും വരയ്ക്കും. നമ്മൾ ഇവിടെ ചെയ്തത് അതേ ഈക്വൽ തന്നെയായിരിക്കും അപ്പുറത്തെ സൈഡിലും വരിക അല്ലേ?
കാരണം എന്താ, സെയിം ഡിസ്റ്റൻസുകളാണ് എല്ലാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് തന്നെയായിരിക്കും റൈറ്റ് സൈഡിലും വരിക. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് C1 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതേ സെയിം തന്നെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഓയിൽ നിന്ന് C3 എന്ന് പറഞ്ഞ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ C എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ഈ രണ്ട് പോയിന്റും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് വരിക? C2, അതായത് സെൻറ്റർ 2, അതായത് C1, C2, C3 അങ്ങനെ 3 സെൻറ്ററുകൾ നമുക്ക് കിട്ടി. കണ്ടോ? C1, C2, C3. ഇനി എന്ത് ചെയ്യണം? C1 ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ആർക്ക് കട്ട് ചെയ്യേണ്ട പോയിന്റ്. C1 എടുക്കുക. അതായത് C1 കോമ്പസ് കുത്തുക. പിന്നെ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ഇവിടം വരെ, അതായത് ആ ചെറിയൊരു പോർഷൻ മാത്രമേ ആദ്യം വരയ്ക്കാനുള്ളൂ നമുക്ക് C1 ഉപയോഗിച്ചിട്ട് കേട്ടോ. മനസ്സിലായോ? C1 ഉപയോഗിച്ചിട്ട് വരച്ചത് മനസ്സിലായോ? C1 തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്ത് ചെയ്യണം? കോമ്പസിൽ ആ ബ്ലാക്ക് മാർക്ക് വരച്ചത് വരെ, ആ ബൈസെക്ടർ വരച്ചില്ലേ അതുവരെ വരയ്ക്കാനുള്ളൂ. അടുത്തത് ഏത് സെൻറ്റർ വെച്ചിട്ട് വേണം വരയ്ക്കാൻ? C2. C1 കഴിഞ്ഞാൽ C2 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണോ വരച്ച് നിർത്തിയത് അവിടെ മുതൽ അടുത്ത ബ്ലാക്ക് ലൈൻ വരെ, അതായത് അടുത്ത ബൈസെക്ടർ വരച്ചത് വരെ വേണം വരയ്ക്കാൻ. കണ്ടോ? C2 എന്ന് പറയുന്നത് കുറച്ച് വലിയ ആർക്കാണ് വരയ്ക്കാനുള്ളത്. C2 കഴിഞ്ഞാൽ ഏത് ചെയ്ത് വരയ്ക്കണം? C3 നമ്മൾ C1 പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ചെറിയൊരു ആർക്കേ വരയ്ക്കാനുള്ളൂ. എങ്ങനെ വരയ്ക്കാം? C3 കോമ്പസ് കുത്തി B വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതായത് C3 തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ബ്ലാക്ക് ബൈസെക്ടർ വരച്ചത് വരെയുള്ള ലൈൻ മുട്ടിച്ചു. കണ്ടോ? ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഡോസിലും ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇൻട്രോഡോസ് ആണ്. ഈ സെയിം പ്രൊസീജിയർ തന്നെ എന്തിൽ ചെയ്യണം? എക്സ്ട്രാ ഡോസിലും ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ ചെയ്യാം? എക്സ്ട്രാ ഡോസിലേക്ക് നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതൽ എടുത്തു. C1, C2, C3 എന്ന് പറയുന്നത് തന്നെയാണ് സെൻറ്ററുകൾ വരിക. എന്താ ചോദിച്ചേ? എന്താ റൈസറിൽ മുട്ടില്ല എന്ന് പറയണേ? 3 സെൻറ്റിമീറ്റർ. നമുക്കത് അതായത് എന്താ പറഞ്ഞ പ്രകാരം വരച്ചിട്ടേ റൈസറിൽ ജോയിന്റ് ആവില്ല. നിങ്ങൾ ലെഫ്റ്റിൽ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണോ റൈറ്റിൽ ചെയ്തത്? ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തു. നമുക്കങ്ങനെ ചെയ്യുന്നില്ലേ, കുഴപ്പമില്ല. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഡ്രോയിങ് വരുമ്പോൾ ഒന്നുകൂടി നോക്കാം കേട്ടോ. പിന്നെന്താണ്, ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എക്സ്ട്രാ ഡോസിലും ചെയ്യണം. ഇൻട്രോഡോസിൽ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ ഡോസിലും, അതായത് C1, C2, C3 എന്നുള്ളതാണ് എന്ത്? 3 സെൻറ്ററുകൾ. ഇതേ സെയിം ചെയ്ത മെത്തേഡ് തന്നെ വീണ്ടും ചെയ്യുക. എന്ത് ചെയ്യണം? C1 ആദ്യം കുത്തി, പിന്നെ ഈ 2 സെൻറ്റിമീറ്റർ വരെ ഉള്ളത് തൊട്ട് തുടങ്ങി ഈ ബ്ലാക്ക് മാർക്ക് വരെ, ബ്ലാക്ക് ബൈസെക്ടർ വരച്ചത് വരെ. പിന്നെന്താണ്? C2 കുത്തുക, ഈ കണ്ടിന്യൂവേഷൻ ഈ ബൈസെക്ടർ വരെ
ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, C3 ആണ് പിന്നെ ഉള്ളത്. C3യിൽ കുത്തണു, അത് ഫുള്ള് ഫിനിഷ് ആക്കണം. കണ്ടോ? ഇതാണ് കുറച്ച് ഡ്രോയിങ് ആയതുകൊണ്ടാണ് ഞാൻ പറയണത് എന്തായാലും ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ. നമ്മൾ എത്ര ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ശരിയാവില്ല. ഓഫ്ലൈൻ ക്ലാസ്സിന് തന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. ശരിയായോ? ഡൗട്ടുണ്ടോ?